കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഈ ആത്മീക കൂടിയവരവിൽ SBS പത്തനംതിട്ട സെന്ററിൻ്റെതായ ഈ ബൈബിൾ സ്റ്റഡിയിൽ ഇപ്രകാരം എനിക്കും കടന്നു വരുവാൻ ഇടയായി തീർന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയ ജെയിംസ് ബ്രദർ, അതുപോലെ പ്രിയ ഷോജി, ഇവരൊക്കെയും വളരെ പ്രിയപ്പെട്ടവരാണ്. മാത്രമല്ല അനേക കർത്തൃദാസന്മാര് വിശ്വാസികൾ നേഴ്സും പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും നിസ്തുലനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തില് ഞാൻ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ചെയ്യുന്നത്. ദൈവവചന അടിസ്ഥാനത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള പഠനം എന്നുള്ളതായ വിഷയമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിന്റെ വലിയ കൃപ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 139 സങ്കീർത്തനം അതിന്റെ 14 വാക്യത്തിൽ വായിക്കുന്നത്, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അവിടെ ദാവീദ് പറയുകയാണ്, ഭയങ്കരവും അതിശയമായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. വില്യം ഷേക്സ്പിയർ, അദ്ദേഹം ലോകത്തിലെ സാഹിത്യകാരന്മാരിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈയിങ് നത്തിങ്. എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് ഒരു വിഡ്ഢി പറഞ്ഞതായിട്ടുള്ള കടങ്കഥയാണ്. അതിൽ ഒത്തിരി ആരവാരങ്ങളും അതുപോലെ തന്നെ ഭ്രാന്തും നിറഞ്ഞിരിക്കുന്നു, ഒന്നും മനസ്സിലാകുന്നതുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തെക്കുറിച്ചുള്ള ലോകത്തിലുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാട് എപ്രകാരമാണ്. വലിയൊരു സാഹിത്യകാരൻ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം, അതേസമയം തന്നെ ദൈവഭക്തനായിരിക്കുന്ന ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ മനുഷ്യനെ കുറിച്ച്, തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. മനുഷ്യനെ കുറിച്ചുള്ള പഠനത്തെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ലോകത്തിലുള്ളതായിട്ടുള്ള സർവകലാശാലകളില് വിദ്യാലയങ്ങളിലൊക്കെയും പലവിധമായിട്ടുള്ള നിലയിലുള്ള പഠനം നരവംശ ശാസ്ത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ച് പഠനം നടത്തുന്നത് കാണുവാനായിട്ട് കിട്ടും. നമുക്കറിയാം, മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോകുന്നതായിട്ടുള്ള ആളുകൾ മനുഷ്യനെ കുറിച്ച് പഠിക്കുന്നത് വളരെ വിഭിന്നമായിട്ടുള്ള നിലയിലാണ്. അവര് മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച്, അവന്റെ അവയവങ്ങളെ കുറിച്ച്, അവന്റെ ശരീരത്തിന് ആരോഗ്യത്തിന് ആവശ്യമായിരിക്കുന്ന ഘടകങ്ങളെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. എന്നാൽ നമ്മള് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തില് എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ വിചിന്തനം ചെയ്യുവാനായിട്ട് പോകുന്നത്. മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് മനുഷ്യപുത്രനെ നീ സന്ദർശിക്കേണ്ടതിന് അവന് എന്തുമാത്രമെന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അവൻ മർത്യരെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് അറിയിച്ചു. നമുക്കറിയാം, ദൈവത്തിന്റെ വചനത്തില് നമ്മളെ പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ കുറിച്ചുള്ളതായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയും. ആ നിലയില് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തില് ദൈവവചനം മനുഷ്യനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള പാഠം എന്നുള്ളത് ദൈവവചന അടിസ്ഥാനത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള പഠനം എന്നാണ്. അത് മറ്റൊരു നിലയിൽ അവിടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം തന്നെയാണ് ദൈവവചന അടിസ്ഥാനത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള പഠനം, ദ സ്റ്റഡി അബൌട്ട് മാൻ ബേസ്ഡ് ഓൺ ദ ബൈബിൾ. നമുക്കറിയാം, ഈ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, മനുഷ്യനെ കുറിച്ചുള്ള പഠനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, മനുഷ്യനെ കുറിച്ചുള്ള പഠനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവവചനത്തില് മനുഷ്യനെ കുറിച്ചുള്ളതായ പഠനം അത് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മനുഷ്യനെ കുറിച്ചുള്ള പഠനം മറ്റ് എല്ലാ ദൈവശാസ്ത്ര ഉപദേശങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ്.
എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ ആന്ത്രോപോളജി, മനുഷ്യ ശാസ്ത്രമെന്ന് ടെക്നിക്കലായിട്ട് പറയുന്നതായിട്ടുള്ള ഈ പഠന മേഖല എന്നുള്ളത് മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ദൈവശാസ്ത്രത്തിലുള്ളതായ പല ഉപദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പാപശാസ്ത്രത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ മനുഷ്യനെ കുറിച്ച് അറിയാതെ നമുക്ക് ഒരിക്കലും പഠിക്കുവാനായിട്ട് കഴിയുകയില്ല. ഹമാർഷിയോളജി അല്ലെങ്കിൽ പാപശാസ്ത്രത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ മനുഷ്യനാണ് പാപം ചെയ്തത്. അതുകൊണ്ട് ആ മനുഷ്യനെ കുറിച്ച് അറിയാതെ ആ പാപശാസ്ത്രത്തെ കുറിച്ച്, പാപത്തെ കുറിച്ച് ശരിയായിട്ട് നമുക്ക് വിലയിരുത്തുവാനോ മനസ്സിലാക്കുവാനോ കഴിയുകയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മനുഷ്യന്റെ രക്ഷയോടുള്ള ബന്ധത്തില് രക്ഷാതത്വശാസ്ത്രം അത് നമ്മൾ പഠിക്കുകയാണെങ്കിലും ആർക്കുള്ള രക്ഷയാണ്? ആ രക്ഷ എന്ന് പറയുന്നത് മനുഷ്യനുള്ളതായ രക്ഷയാണ്. മനുഷ്യനുള്ള രക്ഷയായതുകൊണ്ട് മനുഷ്യൻ ആരാണെന്നറിയാതെ നമുക്ക് ഒരിക്കലും രക്ഷാതത്വശാസ്ത്രം നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എല്ലാ ഉപദേശങ്ങളുള്ള ബന്ധത്തില് അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള, ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെതായിട്ടുള്ള തിയോളജി എന്ന് നമ്മൾ പറഞ്ഞാൽ അതുകൊണ്ട് നമ്മളൊരു ടെക്നിക്കൽ വേർഡായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ വചനത്തില് ഓരോ വിഷയങ്ങളെ കുറിച്ച് പറയുന്നതായിട്ടുള്ള കാര്യമെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ദൈവത്തിന്റെ വചനത്തിലുള്ള ഉപദേശമാണ്. അതൊരു ടെക്നിക്കൽ വേർഡ് അനുസരിച്ച് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ദൈവശാസ്ത്രം. അപ്പോൾ പറഞ്ഞതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ കുറിച്ചുള്ള പഠനം അത് മറ്റുള്ള ദൈവശാസ്ത്ര ഉപദേശങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും മനുഷ്യനെ കുറിച്ചുള്ളതായിട്ടുള്ള ദൈവം പറയുന്നതായിട്ടുള്ള സത്യങ്ങള് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്, മനുഷ്യനെ കുറിച്ചുള്ള പഠനം സംഭാഷണങ്ങൾ ആരംഭിക്കുവാനായിട്ട് നല്ലതാണ്. when we are talking about when we are speaking with a person, നമ്മൾ മറ്റുള്ള ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തില് മറ്റുള്ളവരോട് നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ്റെതായിട്ടുള്ള സമകാലികമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതെല്ലാ ദേവദാസന്മാരും വിശ്വാസികളും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ പറഞ്ഞ് ആരംഭിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾക്ക് അവന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ കുറിച്ചുള്ളതായ ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുവെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെതായ പ്രവണത എന്താണ്, മനുഷ്യൻ്റെതായിട്ടുള്ള ആവരാധികൾ എന്താണ്, മനുഷ്യന്റെ വേദനകൾ എന്താണ്, അവന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് അറിയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മറ്റുള്ളവരോട് ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ പറയുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുമാത്രമല്ല, തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. മനുഷ്യനെ കുറിച്ചുള്ള പഠനത്തിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വലിയൊരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യന് എങ്ങനെ ഉണ്ടായി, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതെന്താണ് നമ്മളോട് പറയുന്നത്, അത് ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത് ഈ പഠനം മുഖാന്തരമായിട്ടാണ്. മാത്രമല്ല, മനുഷ്യന്റെ ആ സ്വഭാവ വിശേഷതകൾ എന്തൊക്കെയാണ്? വാസ്തവത്തില് ലോകത്തിലുള്ളതായിട്ടുള്ള മനുഷ്യനെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ലോകത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള മറ്റുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നതായിട്ടുള്ള സാഹിത്യങ്ങള് മറ്റുള്ള മേഖലകളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെയും മനുഷ്യനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളത്. ശരിയായിട്ടുള്ള ഒരു രൂപം, ശരിയായിട്ടുള്ള മനുഷ്യൻ്റെതായ യഥാർത്ഥ അവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. വാസ്തവത്തിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ലോകത്തിലുള്ള പലവിധമായിട്ടുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങള്, സാഹിത്യ മേഖലകള്, അതുപോലെ തന്നെ തത്വജ്ഞാനങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ മനുഷ്യനെ കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. എന്നാൽ മനുഷ്യനെ കുറിച്ചുള്ള പൂർണ്ണ രൂപം നമുക്ക് മനസ്സിലാകണമെങ്കിൽ, മനുഷ്യൻ്റെതായ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ദൈവവചനത്തില് മനുഷ്യനെ കുറിച്ചുള്ള പഠനം അനിവാര്യമായിരിക്കുന്ന ഒന്ന് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്,
യേശുക്രിസ്തു മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. അത് വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു സത്യമാണ്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു മനുഷ്യ രൂപത്തില് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. വചനം ജഡമായി തീർന്ന കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കും. വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് മനുഷ്യ വേഷത്തിൽ കടന്നു വന്നു. നമ്മളെ പോലെ ഒരുവനായിട്ട്, പാവം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ ദൈവത്വവും അവന്റെ മനുഷ്യത്വവും, യേശുക്രിസ്തുവിൻ്റെതായിട്ടുള്ള ജീവിതം, ഇതൊക്കെ നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ മനുഷ്യനെ കുറിച്ചുള്ള പഠനം വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവന്റെ മനുഷ്യത്വത്തെ കുറിച്ച് നമ്മൾ പഠിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. അവന്റെ ദൈവത്വം നമ്മൾ മനസ്സിലാക്കണം, അതേസമയം തന്നെ അവന്റെ മനുഷ്യത്വം നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണല്ലോ. ആ നിലയിൽ മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിയാതെ നമുക്ക് ഒരിക്കലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം പൂർണ്ണമായിട്ടുള്ള നിലയിൽ കൈവരിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്, ഈ മനുഷ്യനെ കുറിച്ചുള്ള പഠനത്തെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇത് നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു പഠനമാണ്. സാധാരണഗതിയിൽ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടി ഒരു കടയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് വന്നാൽ, അതിൽ ആ കൊച്ചുകുട്ടിയെ നമ്മൾ കാണുന്നതായിട്ടുള്ള സമയത്ത്, മോനെ നീ ഏത് വീട്ടിൽ നിന്നാ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആ കൊച്ചുകുട്ടി അവൻ അറിയാവുന്ന ഭാഷയിൽ അവന്റെ വീടിന്റെ അഡ്രസ്സ് പറയും, ആ വീട്ടുപേര് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മളെ കുറിച്ച് വാസ്തവത്തിൽ മനുഷ്യൻ ആരാണ് എന്നുള്ളത് ഒരുപക്ഷെ ലോകത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ പല കാര്യങ്ങൾ ഗ്രഹിച്ചു എന്ന് വരാം, സൈക്കോളജിക്കലായിട്ട് പല കാര്യങ്ങൾ ഗ്രഹിച്ചു എന്ന് വരാം, ആരോഗ്യപരമായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ഗ്രഹിച്ചു എന്ന് വരാം. എന്നാൽ അതിലുപരിയായിട്ട് ദൈവത്തിന്റെ വചനത്തില് മനുഷ്യനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ തന്നെ പ്രകൃതി, നമ്മുടെ തന്നെ സ്വഭാവം, നമ്മുടെ തന്നെ വിശേഷത, നമ്മൾ ഏത് നിലയിൽ ഇപ്പോൾ ആയിരിക്കുന്നുവെന്നും നമ്മൾ ഏത് നിലയിലാണ് ജീവിക്കേണ്ടതെന്നും ഒക്കെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു പഠനമാണ് മനുഷ്യനെ കുറിച്ചുള്ളതായ പഠനം. ഞാൻ ഇത്രയും കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ ദൈവശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ചുള്ളതായിട്ടുള്ള പഠനം ഏത് നിലയിലാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ഓർപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മൾ ഈ മേഖല വിട്ടുപോകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ മനുഷ്യനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഗ്രഹിക്കേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിച്ചതായ കാര്യം എന്ന് പറയുന്നത് മനുഷ്യനെ കുറിച്ചുള്ള പഠനത്തിന്റെ പ്രാധാന്യത, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് അബൌട്ട് മാൻ, അതാണ് നമ്മൾ ചിന്തിച്ചത്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ളതായ വിവരങ്ങൾ, മനുഷ്യന് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ലോകപ്രകാരം മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് നമ്മളോട് ആ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിനെക്കുറിച്ച് അനേക നിലയിലുള്ളതായ അഭിപ്രായങ്ങളും സിദ്ധാന്തങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഞാൻ അതിനെ മൂന്നായിട്ട് തരംതിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, എത്തീസ്റ്റിക് ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നാസ്തികരായിട്ടുള്ള ആളുകള്, പരിണാമവാദികളായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നതായ കാര്യം. മറ്റൊന്ന് തീയിസ്റ്റിക് ഇവല്യൂഷൻ. തീയിസ്റ്റിക് ഇവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവമാണ് സൃഷ്ടിച്ചത്, പക്ഷെ അത് പരിണാമ സിദ്ധാന്തത്തിലൂടെ അല്ലെ പരിണാമത്തിലൂടെ ആണ് മനുഷ്യനുളവായതെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നത്. ഈ പരിണാമം സംഭവിച്ചു, പക്ഷെ ആ പരിണാമം ഒക്കെ മോണിറ്റർ ചെയ്തത് അല്ലെങ്കിൽ അതിന് മേൽനോട്ടം വഹിച്ചത് ദൈവമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ മൂന്നാമതായിട്ട് ക്രിയേഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിവാദത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ സൃഷ്ടിപ്പ്,
മനുഷ്യനെ സൃഷ്ടിച്ച വിധം, അത് അപ്രകാരം ലിറ്ററലായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ, ഈ 3 നിലയിലാണ് ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള വിവരണങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതൊന്നും നമ്മളൊന്ന് ക്രോഡീകരിച്ച് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എത്തീസ്റ്റിക് ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിരീശ്വര അല്ലെങ്കിൽ നാസ്തിക പരിണാമവാദികൾ എന്ന് പറയാം. അല്ലെങ്കിൽ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ പരിണാമത്തിലൂടെയാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അതുപോലെ തിയീസ്റ്റിക് ഇവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു, അതേസമയം തന്നെ മനുഷ്യൻ പരിണാമത്തിലൂടെയാണ് ഉണ്ടായത്, ആ പരിണാമത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ദൈവമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ. മൂന്നാമതായിട്ട് ക്രിയേഷൻ അല്ലെങ്കിൽ സൃഷ്ടിപ്പ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ വിശ്വസിക്കുന്ന ആളുകൾ. നമ്മൾ ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഓർപ്പിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. കാരണം പല കുട്ടികളും പല പ്രിയപ്പെട്ടവരും എന്നെ കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലൊക്കെയും അവർ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇവല്യൂഷൻ തിയറി. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു തിയറി മാത്രമാണ്. അതില് ഒത്തിരി പോരായ്മകളുണ്ട്. എന്താ പോരായ്മകളെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ പോരായ്മ എന്ന് പറയുന്നത്, ഈ പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ബിഗ് ബാങ് തിയറിയിൽ വിശ്വസിക്കും. ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ എന്താ? മഹാവിസ്ഫോടനത്താൽ ഒരു വലിയ വളരെ കോടിക്കണക്കിന് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ എന്നാണ് അവർ പറയുന്നത്. ആ സന്ദർഭത്തിൽ ഒരു മഹാവിസ്ഫോടനത്തിലൂടെ ഈ ഗോളങ്ങളൊക്കെ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, ഈ ഭൂമിയിലുള്ളതായിട്ടുള്ള ജന്തുക്കൾ ഉത്ഭവിച്ച ശേഷം അതിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് നമുക്കറിയാം. അതിലൊക്കെ വലിയ അപാകതകൾ കാണാനായിട്ട് കഴിയും. ഒന്നാമത്തെ അപാകത ഞാൻ മനസ്സിലാക്കുന്നത്, അചേതനമായിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് എങ്ങനെയാണ് ജീവനുള്ള ഒന്ന് ഉണ്ടാകുന്നത്? അത് സാധ്യമാണ്. ഒരു ജീവനില്ലാത്ത കാര്യത്തിൽ നിന്ന് ജീവൻ ഉത്ഭവിക്കുവാനായിട്ട് കഴിയുമോ? അതുപോലെ തന്നെ ഒരു ബിഗ് ബാങ് അല്ലെങ്കിൽ ഒരു മഹാവിസ്ഫോടനം അത് സാധ്യമായി തീർന്നത് മുഖാന്തരമായിട്ട് ഈ ഗോളങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഭൂമിയെ സംബന്ധിച്ച് ഇവിടെയുള്ള അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ അന്തരീക്ഷം, ഇവിടുത്തെ ചൂടിന്റെ ഊഷ്മാവ്, ഇവിടുത്തെ ക്രമീകരണം, ഇവിടെയുള്ള സംവിധാനങ്ങള്, സൂര്യന് ഉദിക്കുന്നത് അസ്തമിക്കുന്നത്, ഇവിടെയുള്ള എല്ലാ ക്ലൈമറ്റ് സ്പെസിഫിക്കേഷൻ, ഇതൊക്കെ എങ്ങനെ സാധ്യമായി തീരും? അതുകൊണ്ടാണ് ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞത്, ഈ പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കാനാണെങ്കിൽ ബൈബിളിൽ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസം വേണ്ടി വരും എന്ന് പറഞ്ഞാൽ, പലപ്പോഴും പല ആളുകളും നമുക്കറിയാം നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇത് ഒരു ശാസ്ത്രീയമായ സത്യമായിട്ട് അവതരിപ്പിക്കുന്നുവെങ്കിലും അതൊരിക്കലും തെളിയിക്കപ്പെട്ടതായിട്ടുള്ള കാര്യമല്ല. അതുമാത്രമല്ല, ഒരു യുക്തിസഹമായിട്ടുള്ള കാര്യമായിട്ട് പോലും നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകൾ ഒരിക്കലും ഈ ഇവല്യൂഷൻ തിയറി വിശ്വസിക്കുന്നില്ല. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ തിയീസ്റ്റിക് ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും അതേസമയം തന്നെ ഇവല്യൂഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകള് ഇരു തോണിയിൽ കാല് കൊള്ളുന്നതിന് തുല്യമാണ്. ഒരു രണ്ട് കൂട്ടരെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവര് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുകയാണ്, ഇവല്യൂഷൻ ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അത് ഒരു ശരിയായിട്ടുള്ള ഒരു ചിന്തയായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. കാരണം അത് ബിബ്ലിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ദൈവവചനത്തിന് അനുസരിച്ചുള്ളതായിട്ടുള്ള സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നത് അംഗീകരിക്കുന്നവരല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ഇത്ര കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വാസ്തവത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തില് നമ്മൾ ചിന്തിച്ചാൽ അനേക ശാസ്ത്രീയമായിട്ടുള്ള സത്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും.
ഉദാഹരണമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ഒരു 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 സ്റ്റേറ്റ്മെന്റ് ആണത്. അതൊരു വലിയ പ്രസ്താവനയാണ്. ഏതെങ്കിലും ഊഹാഭോഗത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുവാനായിട്ട് ബൈബിൾ ഒരിക്കലും ശ്രമിക്കുന്നില്ല. അത് ശരിയാണ്, ബൈബിൾ ഒരിക്കലും ദൈവം ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. മറിച്ച് ദൈവം ചെയ്ത പ്രവൃത്തിയെ, ദൈവം ഈ ഭൂമിയും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനെ കുറിച്ചുള്ള സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ബൈബിള് പറയുന്നത്. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ അത് മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കണം. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അത് മനുഷ്യന്, വാസ്തവത്തിൽ ബൈബിളിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളില് പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റു പല കാര്യങ്ങളെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന് എങ്ങനെ സാൻമാർഗിക ജീവിതം നയിക്കണം ബൈബിൾ പറയുന്നുണ്ട്. മനുഷ്യന്റെ രക്ഷാമാർഗം എങ്ങനെയാണ് അത് ബൈബിൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ശാസ്ത്രീയമായിരിക്കുന്ന പല സത്യങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യം ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രസ്താവനയാണ്. ഒരു നിലയിലും അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ ഒരു സന്ദേഹമായിട്ട് പറയുന്നതല്ല, അങ്ങനെ ആയിരിക്കുമെന്നല്ല പറയുന്നത്. അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നമുക്കറിയാം ഏക ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവം ഒരുവനാണ്. അത് മാത്രമല്ല ഈ കാണുന്നതെല്ലാം, ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം ദൈവം ആണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ചല്ല പറയുന്നത്, പല ദൈവങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ഒരു ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. മാത്രമല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിനുള്ള ബന്ധത്തിൽ അതിലേക്ക് നമ്മൾ കടന്നു വരുന്നതാണ്. എങ്കിൽ തന്നെയും ഈ ഭാഗം പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാവുന്ന വസ്തുത തന്നെയാണ്. ഈ ഭൂമിയിലുള്ള ജന്തുജാലങ്ങള്, അതുപോലെ വൃക്ഷങ്ങള്, ചെടികള്, അതിനോടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അതാത് തരം, ഇറ്റ്സ് ഓൺ കൈൻഡ് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പരിണാമവാദികൾ പറയുന്നത് എല്ലാം പരിണമിച്ച് വ്യത്യാസപ്പെട്ട് വരുന്നു എന്നാണ്. പക്ഷെ ബൈബിളിലെ 1-ാമത്തെ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറയാണ് അതാത് തരം. ഒരു വൃക്ഷമാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ, അല്ലെങ്കിൽ ഒരു മൃഗമാണെങ്കിൽ അതാത് തരം, അത് ആ നിലയിൽ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയ ഏതെങ്കിലും ഗ്രന്ഥം കാണാനായിട്ട് കഴിയും. അപ്പോൾ വലിയവനായിരിക്കും ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ശേഷം അതത് തരം ജീവജന്തുക്കള്, അതത് തരം പക്ഷികള് ഒക്കെയും വലിയവനായിരിക്കും ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ 1-ാം അധ്യായത്തിൽ നിന്ന് മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള വലിയൊരു സ്ഥാനത്തെ കുറിച്ച് ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ പല വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-ന്റെ 28-ാം വാക്യത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. അതേ വാക്യത്തിൽ തന്നെ പറയാണ് സകല പൂജര ജന്തുവിന്മേലും വാഴുവിനെന്ന് പറയുന്നു. വാഴുക വാസ്തവത്തില് നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു വിഷയമാണ്. ഒരു ചെറിയ മനുഷ്യൻ അവന്റെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള ഒരു ചെറിയ വടി കൊണ്ട് വലിയൊരു മൃഗമായിരിക്കുന്നതായിട്ടുള്ള ഒരു ആനയെ മെരുക്കി അവൻ പറയുന്നതായിട്ടുള്ള വഴിക്ക് കൊണ്ടുപോകുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ലേ. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ ഈ 28-ാമത്തെ വാക്യമൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. കാരണം എന്താണ്? ഭൂമിയെ വാഴുവാനായിട്ട് വലിയവനായിരിക്കും ദൈവം മനുഷ്യന് അധികാരം കൊടുത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ ഭരിക്കുവാനായിട്ട് കഴിയുന്നത്. മറ്റൊരു ജന്തുജാലങ്ങൾക്ക്, മറ്റൊരു ജന്തുവിനും, മറ്റൊരു ജീവിക്കും ലഭിക്കാത്തതായിട്ടുള്ള വലിയൊരു അധികാരം മനുഷ്യന് വലിയവനായിരിക്കും ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ബിഗ് ബാങ് തിയറി അല്ലെങ്കിൽ ഇവല്യൂഷൻ തിയറി എന്നൊക്കെ പറഞ്ഞാൽ അതിന്നും ആളുകൾ പഠിപ്പിക്കുന്നല്ലോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകുന്ന വസ്തുതയാണ്. അതൊരിക്കലും മനുഷ്യന്റെ ശാസ്ത്രീയമല്ലെന്ന് മാത്രമല്ല യുക്തിക്ക് പോലും നിരക്കുന്നതായിട്ടുള്ള കാര്യം അല്ല
എന്നുള്ളത് നമുക്ക് അതൊന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോ നമ്മൾ ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യനെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ എത്തിയിസ്റ്റിക് ഇവല്യൂഷൻ, തിയിസ്റ്റിക് ഇവല്യൂഷൻ, ക്രിയേഷൻ എന്നുള്ളതായ കാര്യങ്ങളാണ്. തുടർന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നാം അറിയുന്നത് പോലെ തന്നെ മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ വിവരണമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവം അവിടെ പറയുന്നു. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയും. അപ്പോൾ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം നമ്മളോട് മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ മണ്ണിൽ നിന്ന് മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കി, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി? അതിന് എന്റെ മനസ്സിൽ വരുന്നതായിട്ടുള്ള ഉത്തരം എങ്ങനെയാണ്, ഈ പ്രപഞ്ചത്തെ എല്ലാം ഒരു വാക്കാൽ ഉളവാക്കിയ ദൈവത്തിന് മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുവാനായിട്ട് കഴിയില്ല. തീർച്ചയായിട്ടും കഴിയും. വാക്കുകൊണ്ട് സകലതും ഉളവാക്കിയതായ വലിയവനായിരിക്കും ദൈവം. സൃഷ്ടിതാവാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ദൈവം സകലതും സൃഷ്ടിക്കുന്നവരാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനുഷ്യനെ മണ്ണിൽ നിന്ന് ദൈവം നിർമ്മിച്ചു എന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. നാം അറിയുന്നത് പോലെ തന്നെ നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം വന്നു. അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു വന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മനുഷ്യൻ്റെതായിട്ടുള്ള മരണത്തിന് ശേഷം അവന്റെ ശരീരം ഈ ഭൂമിയിലേക്ക് തന്നെ അവശേഷിക്കുകയാണ്, ഈ ഭൂമിയിലേക്ക് തന്നെ ചേരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ്, ദൈവം അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നൽകിയിരിക്കുന്നതായിട്ടുള്ള ആത്മാവ് അവനുള്ളത് കൊണ്ട് ആ ആത്മാവ് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. അത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ്. തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും എന്താണെന്ന് നമ്മൾ തുടർന്ന് പഠിക്കുന്നതാണ്, മറ്റൊരു ഭാഗത്ത് പഠിക്കുന്നതാണ്. എങ്കിൽ തന്നെയും ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യന് വളരെ വിശേഷതകളുണ്ട്, മനുഷ്യന് വളരെ പ്രത്യേകതകളുണ്ടെന്ന് കാണാനായിട്ട് കഴിയും. നാം ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ചിന്തിച്ചു വന്ന ഭാഗം അനുസരിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനുള്ളതായ വിലയും ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനുള്ളതായ വിലയൊന്ന് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ് മനുഷ്യന്റെ അപാകത. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നതായ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ച് മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ അവന് യാതൊരു വിലയും കൽപ്പിക്കുകയും, കാരണം അവര് വിശ്വസിക്കുന്ന എന്താണ്, മൃഗമാണ്. മനുഷ്യനൊരു മൃഗത്തിന് തുല്യനാണ്. അതുകൊണ്ട് അവന് വലിയ വിലയൊന്നും കൊടുക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യനെ സംബന്ധിച്ച് അവന് വലിയ ഉത്തരവാദിത്വം ദൈവം കൊടുത്തിട്ടുണ്ട്. അവന് വലിയ അധികാരം കൊടുക്കുമ്പോൾ തന്നെ അവന് വലിയ ഉത്തരവാദിത്വം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തന്റെ സഹോദരനെ കൊല്ലുന്നതായിട്ടുള്ള കയ്യിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ ഹാബേൽ എവിടെയും ചോദിക്കും എന്ന് പറഞ്ഞാൽ അവന് ഉത്തരവാദിത്വമുണ്ട്. കാരണം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യനെ സംബന്ധിച്ച് അവന് വലിയ വിലയുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ്. ഈ അത്യന്ത ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന നമ്മള്, ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇന്നൊരു മൃഗത്തിന് കൊടുക്കുന്നതായിട്ടുള്ള വില പോലും മനുഷ്യന് കൊടുക്കുന്നു. മനുഷ്യന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ മനുഷ്യനെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഈ ഇവല്യൂഷൻ തിയറി,
അതുപോലെ പരിണാമ സിദ്ധാന്തത്തിൻ്റെതായിട്ടുള്ള ആ ചിന്തകളൊക്കെ മനുഷ്യനിൽ രൂഢമൂലമായ ശേഷം മനുഷ്യൻ മൃഗങ്ങൾക്ക് തുല്യനാണ്, മനുഷ്യന് യാതൊരു പ്രത്യേകതയില്ല, മനുഷ്യന് യാതൊരു വിശേഷതയില്ല എന്ന് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട്. എന്നാല് ദൈവമക്കളെ സംബന്ധിച്ച് ഓരോ മനുഷ്യ ജീവിതത്തിനും വലിയ വിലയാണ് നമ്മൾ കൽപ്പിക്കുന്നത്. നമ്മൾ വായിക്കുന്നത് പോലെ ഒരു മനുഷ്യനും സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യ ആത്മാവിനും വലിയ വിലയുണ്ട് എന്നാണ് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് അവന് ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തീരുവാൻ ഇടയായത്. അപ്പോ ഇത്രയും നമ്മൾ ചിന്തിക്കുന്നതിനോട് അനുബന്ധമായിട്ട് ചില ദൈവശാസ്ത്രീയമായിരിക്കുന്ന ചില ഒരു 6 പോയിന്റ് കൂടെ അതിനുള്ള ബന്ധത്തില് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തില് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നാം എല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതായിട്ടുള്ള വസ്തുതയാണ്. നിലത്തെ പൊടിയിൽ നിന്ന് വലിയവനായിരിക്കും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. അപ്പോ ആ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തില് ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഒന്നാന്ന് പറയുന്നത്, മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്, എന്നാൽ ഒരു ജന്തുജാലമല്ല, ജന്തുവല്ല. നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ മനുഷ്യനെ മറ്റുള്ള ഒരു ജന്തു ഗണത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. കാരണം അവന് ദേഹം, ദേഹി, ആത്മാവ്, അവന് വിലയേറിയതായിട്ടുള്ള ഒരു ആത്മാവുണ്ട്. അവന് ആ വിലയേറിയതായിട്ടുള്ള ആത്മാവ് ഉള്ളത് കൊണ്ട് മറ്റ് ജന്തുജാലങ്ങളിൽ അവനെ ഉൾപ്പെടുത്തുവാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തില് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ആ വചനപ്രകാരമുള്ള ആ സൃഷ്ടിപ്പിനെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ മനുഷ്യൻ മറ്റൊരു ജന്തുജാലത്തിൽ മറ്റൊരു ജന്തുവായിട്ട് നമുക്ക് ചിത്രീകരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം നമുക്ക് അവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നത്, സൃഷ്ടിപ്പിനുള്ള ബന്ധത്തിൽ പഠിക്കുവാനായിട്ട് കഴിയുന്നത്, മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയായതിനാൽ ദൈവത്തിന്റെ അധികാര വലയത്തിൽ ഉള്ളവനാണ്, ദൈവത്തോട് വിധേയത്വമുള്ളവനാണ്. ഇതാണ് പലപ്പോഴും ഈ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ആളുകൾ പോകാനായിട്ടുള്ള കാരണം. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ ദൈവത്തെ തിരസ്കരിക്കുന്നത്, ദൈവത്തെ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്, ദൈവത്തെ വിട്ട് ഓടിപ്പോകുന്നത് എന്താണ്, ദൈവത്തിന്റെ സ്നേഹം അറിയാതെ പോകുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിലെല്ലാം ദൈവത്തിന്റെ സിഗ്നേച്ചർ, ദൈവത്തിന്റെ കയ്യൊപ്പ് കണ്ടിട്ടും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആസ്തിക്യത്തെ കുറിച്ച് ബോധ്യം ഉണ്ടായിട്ടും, ഒരു ജീവിക്കുന്ന ഒരു വലിയവനായിരിക്കും ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും മനുഷ്യൻ എന്തുകൊണ്ടാണ് ദൈവത്തെ തിരസ്കരിക്കുന്നത് ചോദിച്ചാൽ അതിലെ പ്രധാന കാരണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയായതിനാൽ ദൈവത്തിന്റെ അധികാര വലയത്തിനാണ്. ദൈവത്തോട് വിധേയത്വമുണ്ട്, ദൈവത്തോട് വിധേയത്വം. നമുക്കറിയാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തോട് ആയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവഭയത്തിൽ ജീവിക്കുന്നത്. അത് ഞാൻ വിശദീകരിക്കേണ്ടതായിട്ടുള്ള ആ കാര്യങ്ങൾ ഇല്ലല്ലോ. ദൈവത്തിന്റെ വചനത്തില് ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ദൈവഭയം എന്നാണ്, ദൈവത്തോടുള്ള ഭയം. ആ ഭയത്തിൽ ജീവിക്കുന്നതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വലിയവനായിരിക്കും ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്നുള്ളതായ സത്യം നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഈ സിദ്ധാന്തങ്ങൾ കണ്ടുപിടിച്ചവരും അത് വിശ്വസിക്കുന്നവരുമായ ആളുകള്, അത് കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ആളുകള്, അവർ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഞങ്ങൾ ദൈവത്തോട് കടംപെട്ടിരിക്കുന്നില്ല, ദൈവത്തിന്റെ അധികാര വലയത്തിലുള്ളവരല്ല, ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുവാനായിട്ട് തയ്യാറല്ല. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ ഭക്ഷണന്മാരായി മ്ലേച്ഛത നീതികേട് പ്രവർത്തിക്കുന്നു. അവർ ദൈവത്തെ ഡെലിബറേറ്റ് ആയിട്ട് തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ ശിക്ഷാവിധി മനുഷ്യനെ വരുവാനായിട്ട് പോകുന്നത്? മനുഷ്യനെ സംബന്ധിച്ച് ഇത്രമാത്രം വലിയ ശിക്ഷാവിധി, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം ഓർത്ത് മുഖത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ ഹൃദയം ജ്ഞാനികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിത്തീരും. അവര് ലോകപ്രകാരം വളരെ ജ്ഞാനികളായിട്ടുള്ള വ്യക്തികളായിരിക്കാം, ലോകപ്രകാരം വളരെ ഡിഗ്രി ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം നേടിയവരായിരിക്കാം. പക്ഷേ
അവരെയൊക്കെ സംബന്ധിച്ച് ദൈവത്തിന്റെ അധികാര വലയത്തിന് കീഴ്പ്പെടുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ദൈവവചനം അനുശാസിക്കുന്ന ദൈവവചനം പഠിപ്പിക്കുന്ന പ്രകാരം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തോടുള്ള വലിയ വിധേയത്വമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ ബൈബിളിലുള്ള ഉദാഹരണങ്ങളിലേക്കൊന്നും കടന്നു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ ചിന്ത തന്നെ നമുക്ക് അറിയാമല്ലോ. ബൈബിളിൽ ഉള്ള ഓരോ ദൈവഭക്തന്മാരായിട്ടുള്ള ആളുകൾ അവര് ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ടാണ് ജീവിച്ചത്. ജോസഫിനെ സംബന്ധിച്ച്, ദാനിയലിനെ സംബന്ധിച്ച്, ദാവീദിനെ സംബന്ധിച്ച് അവരൊക്കെ ദൈവഭക്തരായിട്ട് ജീവിച്ച് അതിന്റെ കാരണം എന്ന് പറയുന്നത് അവര് ദൈവത്തോടുള്ള വിധേയത്വത്തിൽ ജീവിച്ചവരാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ സൃഷ്ടിയിൽ ശ്രേഷ്ഠനാണ്, എന്നാൽ പല പരിമിതികളും അവനുള്ളവൻ. സൃഷ്ടിയിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദൈവത്തിന്റെ സൃഷ്ടിയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സൃഷ്ടിയാണല്ലോ മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നത്, നമുക്കറിയാം. എന്നാൽ അവന് പല പരിമിതികളും ഉണ്ട് എന്ന്, പല പരിമിതികളും. നമുക്കറിയാം മനുഷ്യന്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് അവൻ മരണത്താലെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നവനാണ്. അവന് വീണു പോകുന്ന ഒരു അവസ്ഥയുള്ളവനാണ്. അവനിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നവനാണ്. ഒരു വ്യക്തിക്കും പെർഫെക്റ്റ് എന്ന് പറയാനായിട്ട് കഴിയുകയില്ല. ഞാൻ പൂർണ്ണമായിട്ട് വിശുദ്ധൻ എന്ന് പറയാനായിട്ട് കഴിയുകയില്ല. അത് മാത്രമല്ല, ഞാൻ നിത്യകാലയോടെ വാഴുമെന്ന് പറയാനായിട്ട് ആർക്കും കഴിയുകയില്ല. അതൊക്കെയും മനുഷ്യൻ്റെതായ പരിമിതികളാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, മനുഷ്യനൊരു സാർവത്രികമായ സാഹോദര്യം, ഇത് ചിന്തനീയമായിട്ടുള്ള വിഷയം തന്നെയാണ്. സാർവത്രികമായ സാഹോദര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ബ്രദർഹുഡ്. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. ഇത് ബൈബിളിൽ മാത്രമല്ലേ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. ഒരു ആഫ്രിക്കക്കാരനായിരിക്കുന്ന മനുഷ്യനാണെങ്കിലും, ഇന്ത്യക്കാരനായിരിക്കുന്ന മനുഷ്യനാണെങ്കിലും, അമേരിക്കക്കാരനായിരിക്കുന്ന മനുഷ്യനാണെങ്കിലും, അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ഒന്നിച്ച് ഒരു സഭയിൽ കൂടി വരാം, ആരാധിക്കാം. അവരെല്ലാം ഏകോദര സഹോദരങ്ങളാണ്. അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ടവർക്കാണെങ്കിൽ ആരാധിക്കാനായിട്ട് കഴിയുന്നത്. എന്നാലും ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന മനുഷ്യനൊരു സാർവത്രികമായ സാഹോദര്യമുണ്ട്. ലോകത്തിലെ ഏതെല്ലാം കാര്യങ്ങൾ നമുക്കറിയാം, ഇന്ന് ഏതെല്ലാം തത്വസംഹിതകളും മതങ്ങളും കൊണ്ടുവരുന്ന ആശയങ്ങളൊക്കെ നമുക്കറിയത്തില്ലേ. ഒരു സമയത്ത് കമ്മ്യൂണിസം പറഞ്ഞു ലോകത്തിലുള്ള എല്ലാവരും സഹോദരന്മാരാണ്. അതൊന്നും അവർ സ്ഥാപിച്ചെടുക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. മറ്റ് മതങ്ങള് ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരൊക്കെയും അവരുടേതായിട്ടുള്ള ഡയലോഗ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വിജ്ഞാപനത്തില്, അവരുടേതായിട്ടുള്ള ക്യാപ്ഷൻസില് അവരിങ്ങനെ പറയാറുണ്ട്, ലോകത്തില് സാർവത്രികമായിട്ടുള്ള സാഹോദര്യം കൊണ്ടുവരും. പക്ഷെ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. മറിച്ച് എത്രയോ വലിയ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യരും വിലയേറിയതാണ് ദൈവത്തിന്റെ സന്നിധിയില്. എല്ലാ മനുഷ്യനും പ്രത്യേകതയുണ്ട്. ആരെയും നമുക്ക് അവഗണിക്കുവാനായിട്ട് പാടില്ല. എല്ലാവരും സഹോദരങ്ങളാണ് എന്നുള്ള ചിന്ത നമുക്ക് കടന്നു വരുന്നത് നമ്മളെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം. അതിനുള്ള ബന്ധത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ശ്രദ്ധാകേന്ദ്രം മനുഷ്യനല്ല, ദൈവം. ഈ പ്രപഞ്ചത്തിന്റെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ലോകത്തിലുള്ള തത്വചിന്തകളാണെങ്കിലും മതങ്ങളാണെങ്കിലും എല്ലാം പരിശോധിച്ചാൽ മനുഷ്യനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യനെ സെന്റർ ചെയ്താണ് എല്ലാ കാര്യങ്ങളും നിറവേറും. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ മനുഷ്യനല്ല സെന്റർ. മനുഷ്യനെ കുറിച്ച് നമ്മളിപ്പോ പഠിക്കുന്നെങ്കിൽ തന്നെ മനുഷ്യനല്ല സെന്റർ. പിന്നെന്താ? ദൈവമാണ് സകല ആരാധനയ്ക്കും യോഗ്യനായിരിക്കുന്ന വലിയവനായിരിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് പൗലോസ് തന്റെ ജീവിതത്തിൽ പറയുന്നത്, ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തു എന്റെ ജീവിതത്തിൽ മഹിമപ്പെടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. ജീവിച്ചിരുന്നാലും മരിച്ചാലും ഞാൻ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യന് അല്ല കേന്ദ്ര ബിന്ദു, ദൈവമാണ്.
പ്രിയപ്പെട്ടവരെ, ഒരു സമയത്ത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഇല്ലാതിരുന്നാലും ദൈവമില്ലേ, ആ ദൈവമല്ലേ ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ള വ്യക്തി. അതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ലോകത്തിലുള്ള ചിന്താഗതികളൊക്കെ പറയുന്നത് മനുഷ്യനെ സെന്ററാണ്, മനുഷ്യനെ സെൻട്രലൈസ് ചെയ്താണ് സകല ചിന്താഗതികളും ലോകത്തിലെ മുന്നോട്ട് പോകുന്നതെന്ന് കാണാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിന്റെ വചനത്തില് ദൈവമാണ് സകല ആരാധനയ്ക്ക് യോഗ്യൻ, അവനാണ് കേന്ദ്ര ബിന്ദു എന്നുള്ളതാണ്. ആറാമതായിട്ട് നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത്, ദൈവത്തോടൊപ്പം ജീവിക്കുന്നതാണ് മനുഷ്യന് സൗഭാഗ്യം, ദൈവിക സാന്നിധ്യം ത്യജിക്കുന്നതാണ് വിനാശം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ആ നശിച്ചു പോകാതെ എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ നശിച്ചു പോകാതെ എന്ന് പറയുമ്പോൾ ഒരു വിനാശം മനുഷ്യനുണ്ട്. ഒരു ഒരു അവന് നശിച്ചു പോകാൻ വിധിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അതാണ് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നശിച്ചു പോകാനായിട്ട് വിധിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യനെ ദൈവത്തോടൊപ്പം പാർപ്പിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കും. അതാണ് ബൈബിളിൻ്റെതായിട്ടുള്ള സത്യം വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ദൈവത്തോടൊപ്പം മനുഷ്യന് ജീവിക്കുവാനായിട്ട് കഴിയും. അപ്പൊ ആ വാക്യം തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 3:16 എടുത്തു നോക്കി കഴിഞ്ഞാൽ, ദൈവത്തോടൊപ്പം ജീവിക്കുന്നവൻ എവിടെയാ ജീവിക്കുന്നത്? നിത്യജീവൻ പ്രാപിക്കുന്നത്. നിത്യകാലം ദൈവത്തോടൊപ്പം ജീവിക്കാനായിട്ട് അവന് കഴിയും. എന്നാൽ ആ ക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ അവന്റെ ജീവൻ നാശത്തിലേക്ക് പോകും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത്. അപ്പോ ദൈവത്തോടൊപ്പം ജീവിക്കാനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തോടൊപ്പം വാഴുവാനായിട്ടാണ് സൃഷ്ടിച്ചത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. മനുഷ്യന്റെ അതിനെ കുറിച്ചുള്ള പഠനത്തിന്റെ പ്രാധാന്യത എന്തൊക്കെയാണ്? 2, മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള വിവരണങ്ങൾ. 3 വിധത്തിലുള്ള ചിന്തകളാണ്: എത്തിയിസ്റ്റിക് ഇവല്യൂഷൻ, തിയിസ്റ്റിക് ഇവല്യൂഷൻ, ക്രിയേഷൻ, പരിണാമ സിദ്ധാന്തം. അതുപോലെ തന്നെ ദൈവമാണ് പരിണാമ സിദ്ധാന്തത്തിന് മേൽനോട്ടം വഹിച്ചതെന്ന് പറയുന്ന തിയിസ്റ്റിക് ഇവല്യൂഷൻ, അതുപോലെ ക്രിയേഷൻ. അതുപോലെ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്ന പ്രകാരം മനുഷ്യനെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ കണ്ടു. ആ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തില് ദൈവശാസ്ത്രീയമായിരിക്കുന്ന ചില ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. മറ്റൊരു ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഭാഗത്തേക്കാണ് കടന്നു വരുമ്പോൾ, മനുഷ്യന്റെ ഏകത അല്ലെങ്കിൽ ഏകത്വം, യൂണിറ്റി ഓഫ് മാൻ. അത് 2-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. മനുഷ്യന്റെ ഏകത അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് മാൻ എന്ന് പറയുന്നത്. ഇതില് നമ്മൾ ചിന്തിക്കുന്നത്, ഈ ലോകത്തുള്ളതായ മനുഷ്യരെല്ലാം എങ്ങനെ ഉളവായി എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ, ഒരു മനുഷ്യനിൽ നിന്നാണ് എല്ലാവരും ഉളവായതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു മനുഷ്യനിൽ നിന്നാണ് ലോകത്തിലുള്ള സകല മനുഷ്യരും ഉളവായതെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അതിന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പല വാക്യങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ചില വാക്യങ്ങളൊന്ന് വായിക്കണം. റോമാലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. റോമർ 5:12 വാക്യം. എടുത്തവരൊന്ന് വായിച്ചത്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അതിന്റെ തന്നെ 5-ന്റെ തന്നെ 19-ാമത്തെ വാക്യം കൂടെ വായിക്കും. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പോ ബൈബിളിന്റെ ഉപദേശം അനുസരിച്ച് ഒരു മനുഷ്യനിൽ നിന്നാണ്, അല്ലെങ്കിൽ ആദാമു ഹവ്വയിൽ നിന്നാണ് സകല മാനവരാശിയും ഉത്ഭവിച്ചത് എന്നുള്ളതാണ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ അനേക വാക്യങ്ങളുണ്ട്. അതെല്ലാം എടുത്ത് വായിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്ത്രീയും പുരുഷനും അവരോടുള്ള ബന്ധത്തിൽ അവരൊരു ഐക്യതയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, മനുഷ്യനെ ആദാമിനെ ദൈവം സൃഷ്ടിച്ച ശേഷം ആദാമിൽ നിന്നാണ് ഹവ്വായെ സൃഷ്ടിച്ചത്. അല്ലാതെ ഹവ്വായിക്ക് വേണ്ടി വേറെ ഒരു സൃഷ്ടിപ്പ് നടത്തുന്നില്ല. എന്ന് പറഞ്ഞാൽ ആദാമിൽ നിന്നാണ് ഹവ്വായെ ദൈവം സൃഷ്ടിക്കാനിടയായത്. എന്ന് പറഞ്ഞാൽ സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീ അതിൽ തന്നെ പൂർണ്ണതയില്ല. മനുഷ്യനിൽ നിന്നാണ്, അല്ലെങ്കിൽ ആദാമിൽ നിന്നാണ് ഹവ്വയെ സൃഷ്ടിച്ചതെന്ന് കാണുവാനായിട്ട് കഴിയും. അത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഐക്യത്തെ കുറിച്ചാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ലോകത്തിലുള്ള സകല മാനവരാശി ഉത്ഭവിച്ചത് ഏക മനുഷ്യനിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 2-ന്റെ 22-ാം. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു, അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കാണ്ട്, ജീവനുള്ളതായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും മാതാവ് ഹവ്വയാണെന്ന് അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. 9-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 9-ന്റെ 19-ാമത്തെ വാക്യം. അവരെ കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു. അവരെ കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു. അപ്പോ അത് ഈ വാക്യങ്ങൾ, അനേക വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ആദാമും ഹവ്വയിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ജനമായിട്ട് ഇടയായി തീർന്നത് എന്നുള്ളതാണ്. ആ ഒരു ആശയം വെച്ചുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ. അപ്പോൾ ആദാം പാപം ചെയ്തതിലൂടെ സകല മാനവരാശിയിലേക്കും പാപം കടന്നു വരണമെങ്കിൽ ഒരു മനുഷ്യകുലത്തിൽ നിന്നാണ് സകലരും ഉണ്ടായത്. ലോകത്തുള്ള സകല മാനവരാശിയും ഉണ്ടായത് ഒരു മനുഷ്യനിൽ നിന്നാണ്. അല്ലെങ്കിൽ ആ ഒരു ആശയം തന്നെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലും കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. ഭൂതലത്തിലെങ്ങും കൂടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി എല്ലാം ഉളവാക്കി. ഒരുത്തനിൽ നിന്ന് മനുഷ്യ ജാതി എല്ലാം. പക്ഷെ ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ അതുകൂടെ ഞാനൊന്ന് പറഞ്ഞ് സ്ഥാപിച്ചിട്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏക മനുഷ്യനിൽ നിന്ന് അല്ലെങ്കിൽ ആദാമും ഹവ്വയിൽ നിന്ന് സകല മാനവരാശി ഉണ്ടായെന്ന് പറയുമ്പോൾ തന്നെ ഈ ആദാമും ഹവ്വയും ഒരു എൻറ്റിറ്റിയാണ്, ഒരു സൃഷ്ടിയാണ്. ആദാമിനെ കൂടാതെ ഹവ്വയും ഇല്ല, ഹവ്വയെ കൂടാതെ ആദാമും ഇല്ല. എന്ന് പറഞ്ഞാൽ ആദാമിൽ നിന്നാണ് ദൈവം അവന്റെ അസ്ഥി ഊരിയാണ് ഹവ്വയെ സൃഷ്ടിക്കാനായിട്ട്. അപ്പൊ അവൾക്ക് വേണ്ടി പ്രത്യേക ഒരു സൃഷ്ടിപ്പ് നടത്തുന്നില്ല. അത് വേറെ ഒരു യൂണിറ്റിയെ ആണ് കാണിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ മനുഷ്യന്റെ ഏകതയെ കുറിച്ചുള്ളതായ ചില ചിന്തകൾ നമ്മൾ ഇപ്പോൾ ചിന്തിക്കാനിടയായി. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ളതായിട്ടുള്ള വിവരണങ്ങൾ. ലോകത്തിൽ പലവിധമായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ എന്തുകൊണ്ടും വിശ്വസനീയമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നതായുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ വചനം മനുഷ്യനെ കുറിച്ച് എന്താണ് പറയുന്നതെന്നും അതുകൊണ്ട് മനുഷ്യൻ ഏത് നിലയിൽ ജീവിക്കണമെന്നും ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് തുടർന്ന് പഠിക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന്റെ വലിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.